ദ്വയാർത്ഥ പരാമർശത്തിൽ കസ്റ്റഡിയിലെടുത്ത ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. പോലീസിനോട് സഹകരിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി. കേസെടുത്തത് ടിവികെയുടെയും ബിജെപിയുടെയും പരാതി. പോലീസ് നടപടിക്കിടെ ഡിഎംകെ പ്രതിഷേധം. മോശം പരാമർശമുണ്ടായിട്ടില്ലെന്ന് ഉദയനിധി. I'm ready to face the consequences. Definitely, they have arrested me for nothing I have said. I didn't say anything wrong. I didn't say anything wrong about anybody. ആസൂത്രിത അറസ്റ്റ് എന്ന ഡിഎംകെ. സംസ്ഥാനത്ത് മഴ ഇനിയും ശക്തമാകും. 8 ജില്ലകളിൽ റെഡ് അലർട്ട്, 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. PSC പരീക്ഷകൾ മാറ്റി. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മണർകാട് വെള്ളക്കെട്ടിൽ വീണ യുവാവിനും ദാരുണാന്ത്യം. ആലത്തൂർ തെന്നിലാപുരത്ത് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. പത്തനംതിട്ടയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി. നദികളിലെ മണ്ണ് നീക്കാൻ അടിയന്തര നടപടിയെന്ന് VD സതീശൻ. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം കൊണ്ടുവരും. ആദ്യഘട്ടം പത്തനംതിട്ടയിൽ തന്നെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. മഴ കുറഞ്ഞിട്ടും കോഴിക്കോടിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ. 300ഓളം പേരെ മാറ്റി പാർപ്പിച്ചു. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിദഗ്ധ പരിശോധന. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളക്കെട്ട്. കാസർഗോഡ് നിരവധി വീടുകൾ കടലെടുത്തു. എറണാകുളം കണ്ണമാലിയിലും കടലാക്രമണം. അധിക്ഷേപ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസ വേണ്ടാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്ന് മന്ത്രി. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നുവെന്നും പരാമർശം. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന വിശദീകരണം. ലഹരി ഉപയോഗത്തിന് എളുപ്പവഴിയൊരുക്കുന്ന പ്രീ റോൾഡ് കോണുകൾ പിൻവലിച്ച ഇൻസ്റ്റാമാർട്ട്. കേരളത്തിൽ ഒരിടത്തും വിതരണം ചെയ്യേണ്ട എന്ന നിർദ്ദേശം. ആവശ്യക്കാരിലേറെയും കുട്ടികളാണെന്ന വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. ഇറാൻ പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരുമെന്ന് അമേരിക്ക. പുതിയൊരു ആണവ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാകണം. ഇറാൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും കുറ്റപ്പെടുത്തൽ. അമേരിക്കൻ ഭീഷണികൾ മനഃശാസ്ത്ര യുദ്ധമെന്ന് ഇറാൻ. ചർച്ചയുണ്ടെന്ന ട്രംപിന്റെ വാദം തള്ളി.